പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അത്ഭുതകരമായ ഹക്കം എന്ന ഇസ്മിനെ കുറിച്ചാണ് ഈ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ശത്രുക്കളെ മിത്രങ്ങളാക്കുന്നതിന് വേണ്ടി, കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായ വിധി ലഭിക്കുന്നതിന് വേണ്ടി, നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടി, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അമലുകൾ ഹക്കം എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൽ നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയാനും എന്തൊക്കെയാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹുവെ, എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ലാ. എല്ലാവരുടെയും വിഷമങ്ങളെയും പ്രയാസങ്ങളെയും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 29ാമത്തെ ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 29ാമത്തെ ഇസ്മ ഹക്കമു എന്നുള്ളതാണ്. ഹാഇന് ഫതഹാണ്, കാഫിന് ഫതഹാണ്, മീമിന് ലമ്മാണ്. ഹക്കമു, ഹക്കീമല്ല, ഹക്കമ്. യാ ഹക്കമു യാ അല്ലാഹ്. ഹക്കമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി നടപ്പിലാക്കുന്ന അല്ലാഹ് എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാൻ കഴിയും. അത്ഭുതകരമായ ഈ ഇസ്മിന്റെ അദദ് വരുന്നത് 68ആണ്. ഹ 8, കാഫ് 20, മീം 40, ടോട്ടൽ 68ആണ് ഇതിന്റെ അദദ് വരുന്നത്. ഒരുപാട് അമലുകൾ നമുക്ക് ഹക്കം എന്നുള്ള അത്ഭുതകരമായ ഈ ഇസ്മിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ അമൽ, അദൃശ്യജ്ഞാനം അള്ളാഹു നമുക്ക് നൽകാൻ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് അറിവ് ലഭിക്കും. കണ്ടുകൊണ്ട്, കേട്ടുകൊണ്ട്, തൊട്ടുകൊണ്ട്, രുചിച്ചുകൊണ്ട്, കേട്ടുകൊണ്ടൊക്കെ നമുക്ക് അറിവുകൾ ലഭിക്കുമല്ലോ. അതിൻ്റെയൊക്കെ അപ്പുറം അദൃശ്യമായ ജ്ഞാനങ്ങൾ അള്ളാഹു നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കാൻ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. അള്ളാഹുവിനെ മാത്രം അറിയുന്ന ചില അറിവുകളാണ്. നാളെ എന്താണ് സംഭവിക്കുക, മനുഷ്യൻ എവിടെ വെച്ചാണ് മരിക്കുക, മഴ എപ്പോഴാണ് പെയ്യുക. എന്നാൽ ഇത് അള്ളാഹുവിനെ അറിയുന്നതിൻ്റെ കൂടെ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കും. അവർക്കത് നേടിയെടുക്കാൻ കഴിയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ. അപ്പൊ അങ്ങനെയുള്ള അദൃശ്യമായ ജ്ഞാനങ്ങൾ നമുക്ക് അള്ളാഹു നൽകാൻ. ഹക്കം എന്നുള്ള അത്ഭുതകരമായ ഇസ്മിന്റെ ഒരു സുലാസി കളം നമ്മൾ എഴുതുക. ഒരു പേപ്പറിലാണ് എഴുതേണ്ടത്. എന്നിട്ട് അതിൻ്റെ ചുറ്റുഭാഗം 11 വട്ടം ഹക്കമു എന്നുള്ള ഇസ്മിനെ എഴുതുക. എന്നിട്ട് നമ്മളത് ശരീരത്തിൽ സ്പർശിക്കുന്ന രൂപത്തിൽ അത് നമ്മൾ വഹിക്കുക, ചുമക്കുക. അതോടൊപ്പം യാ ഹക്കമു യാ അല്ലാഹ് എന്നുള്ള ഇസ്മിനെ നമ്മൾ ധാരാളം അധികരിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അദൃശ്യജ്ഞാനം നൽകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് ആശ്രയമില്ലാതെ ജീവിക്കാൻ, മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അള്ളാഹുവോട് നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലോ. മഗ്രിബി നമസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുമ്മ യാ വനിയ്യു യാ ഹമീദു യാ മുബ്ദിഉ യാ റഹീമു യാ വദൂദ് അഗ്നിനാ ബിഹലാലിക അൻ ഹറാമിക വബിത്വഅതിക മഅസിയതിക വബിഫളിക അമ്മൻ സിവാക്. നീ ഒഴികെയുള്ളവരിൽ തൊട്ട് ഒഴിവായി നിന്റെ ഔദാര്യം നൽകണേ അല്ലാഹ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ മറ്റുള്ളവരെ ആശ്രയിക്കാതെ അള്ളാഹു നമുക്ക് വേണ്ടതെല്ലാം നൽകാൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ എല്ലാ ഫർദ് നമസ്കാര ശേഷവും 20 തവണ, എത്ര പെട്ടെന്ന് കഴിയും യാ ഹക്കമു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ് 20 തവണ പൂർത്തീകരിക്കാൻ. 20 തവണ യാ ഹക്കമു യാ അല്ലാഹ് എന്ന് 5 നേര നിസ്കാര ശേഷം നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടുന്നൊരവസ്ഥ നമുക്കുണ്ടാവുകയില്ല എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് ഉന്നത സ്ഥാനം അള്ളാഹു നമുക്ക് നൽകാൻ. സമൂഹത്തിൽ, നാട്ടിൽ, കുടുംബത്തിൽ, സുഹൃത്തുക്കൾക്കിടയിൽ, സ്ഥാപനങ്ങളിൽ, നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് ഒക്കെയും നമുക്ക് ഉന്നത സ്ഥാനം ലഭിക്കണം. സ്ഥാനമാനങ്ങൾ അമിതമായി നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷെ എങ്കിലും നമുക്ക് ഒരു ഇസ്സത്ത് ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്ഥാനം ലഭിക്കുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്.
അങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ, ആളുകൾക്കിടയിൽ ഒരു റെസ്പെക്റ്റ് നമുക്ക് ലഭിക്കാൻ, ഒരു പരിഗണന നമുക്ക് ആളുകൾക്കിടയിൽ ഉണ്ടാകാൻ 68 തവണ അത്ഭുതകരമായ ഈ ഇസ്മ തഹ്ലീൽ ചേർത്തിയിട്ട് നമ്മൾ 5 നേരം നമസ്കാര ശേഷം പതിവാക്കുക എന്നുള്ളതാണ്. അതായത് യാ ഹക്കമു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ തഹ്ലീൽ ചേർത്തി യാ ഹക്കമു യാ അല്ലാഹ് എന്ന് നമ്മൾ 68 തവണ, 68 എന്നുള്ളത് ഈ ഇസ്മിൻ്റെ ആദതാണ്. 5 നേരം നമസ്കാര ശേഷം നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ്. നമുക്ക് നല്ല ഉന്നത സ്ഥാനം ലഭിക്കും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. 4ാമത്തെ ഒരു അമൽ എന്നുള്ളത് ശത്രുവിനെ മിത്രമാക്കാൻ. നമുക്കൊക്കെ ശത്രുക്കൾ ഉണ്ടാകുമല്ലോ, നമ്മുടെ കുടുംബത്തിലുണ്ടാകാം, നമ്മുടെ അയൽവാസികളിലുണ്ടാകാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടാകാം, നമ്മുടെ നാടുകളിലുണ്ടാകാം, നാം ഇടപഴകുന്ന സ്ഥലങ്ങളിലുണ്ടാകാം. ശത്രു നശിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണ്ട, എന്നാൽ ശത്രുവിനെ മിത്രമാക്കാനുള്ള അമലുകൾ നമുക്ക് ചെയ്യാം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുവായിരുന്ന അബൂജഹലിനെ പനി പിടിച്ചപ്പോൾ പോയി സന്ദർശിച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പൊ ശത്രുക്കൾ എന്തിനാ നശിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്? ശത്രുവിൻ്റെ ശത്രുതയില്ലാതാകാൻ, ശത്രുമിത്രമാകാൻ, ശത്രുവിന് നമ്മളോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാകാൻ, ശത്രുവിൻ്റെ പേരിൻ്റെ അതത് പ്രകാരം എല്ലാ ദിവസവും യാ ഹക്കമു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ് എന്നുള്ള ഇസ്മിനെ നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. 5ാമത്തെ ഒരു അമൽ എന്നുള്ളത് കോടതിയിൽ നിന്ന് നല്ല വിധി നമുക്ക് ലഭിക്കാൻ. നമ്മൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നമ്മൾ കോടതി കയറേണ്ടി വന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയി തെറ്റ്, നമ്മൾ അള്ളാഹുവോട് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് പുറത്തു തരുമല്ലോ. എന്നാൽ കോടതിയിൽ നിന്ന് നമുക്കൊരു അനുകൂലമായ വിധി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു നമുക്ക് പുറത്തു തരുന്നതിൻ്റെ കൂടെ കോടതിയിൽ നിന്ന് നമുക്കൊരു അനുകൂലമായ വിധി ഉണ്ടാകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ സഹായം തേടുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ് ഹക്കമ എന്നുള്ളത്. എന്നാണോ കോടതി വിധി വരുന്നത്, അന്നത്തെ ദിവസം സുബ്ഹി നമസ്കാരം മുതൽ കോടതി വിധി വരുന്നത് വരെ യാ ഹക്കമു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ് എന്നുള്ള ഇസ്മിനെ നമ്മൾ മാക്സിമം അധികരിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടിയിട്ടും ചെയ്യാം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ചെയ്യാം. നല്ല ഈമാനോടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായും അനുകൂലമായ വിധി, റിസൾട്ട് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. 6ാമത്തെ ഒരു അമൽ എന്നുള്ളത് പ്രയാസങ്ങൾ മാറാൻ. ശാരീരികമായ പ്രയാസമാകട്ടെ, സാമ്പത്തികമായ പ്രയാസമാകട്ടെ, മാനസികമായ പ്രയാസമാകട്ടെ, പൈശാചികമായ പ്രയാസമാകട്ടെ, നീ അനുഭവിക്കുന്ന പ്രയാസം എന്താണെങ്കിലും ആ പ്രയാസം പൂർണ്ണമായും നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടി ഹക്കമ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ ഒരു സുലാസി കളം നമ്മൾ എഴുതുക. എന്നിട്ട് നമ്മൾ ആ കടലാസിനെ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ കൈവശമോ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഹക്കമ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിനെ ധാരാളം നമ്മൾ അധികരിപ്പിക്കുക. യാ ഹക്കമു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ് എന്ന് അധികരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണോ, ഏതൊരു സങ്കടം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണോ, ഏതൊരു പ്രയാസം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഒരു അമൽ ചെയ്യുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രയാസത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകും, നമ്മെ രക്ഷപ്പെടുത്തും, നമ്മെ സലാമത്താക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. പരിശുദ്ധമായ ഹക്കമ എന്നുള്ള ഇസ്മിൻ്റെ ഒരുപാട് അമലുകൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്ന ഏതാനും ചില അമലുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നല്ല ഈമാനോടെ ചെയ്യാനും നല്ല തവക്കുലോടെ ചെയ്യാനും റിസൾട്ട് നേടിയെടുക്കാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.